ഗൈസ് അമ്മ ഇന്ന് പൊതിച്ചോറുണ്ടാക്കിയതാണ്. അത് അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? അതെ ഗൈസ്, അമ്മ ഇന്ന് പൊതിച്ചോറുണ്ടാക്കി. സാധാരണ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വാന്ന് പറഞ്ഞ് വിളിക്കുന്ന അമ്മ ഇന്ന് പൊതിച്ചോറ് വേണമെങ്കിൽ വാന്നാട്ടോ പറഞ്ഞത്. പൊതിച്ചോറെന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി താഴത്തേക്ക് എത്തിയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അച്ഛൻ കഴിച്ച് തുടങ്ങിയിരുന്നു. അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ തട്ടിക്കൂട്ട് പൊതിച്ചോറാണ് കേട്ടോ. മുട്ട ഓംപ്ലേറ്റും വഴുതിനങ്ങ പൊരിച്ചതും ഉപ്പേരിയും ചമ്മന്തിയും സാലഡും കൊഞ്ച് തേങ്ങരച്ച് വെച്ചതുമായിരുന്നു കേട്ടോ പൊതിച്ചോറിൽ. ഇതാണ് കേട്ടോ പൊതിച്ചോറുണ്ടാക്കിയ വ്യക്തി. അപ്പം നമുക്കെങ്ങനെ കഴിച്ച് നോക്കാം. എനിക്ക് ഈ കാബേജ് ഉപ്പേരിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുണ്ടെങ്കിൽ ഞാൻ കുറേ ചോറ് കഴിക്കും. അപ്പം ഞാൻ അതൊക്കെ വെച്ചിങ്ങനെ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കാരണം കുറേ കാലത്തിന് ശേഷം കഴിക്കുകയാണല്ലോ. അങ്ങനെ ഞാനിതാ ഇങ്ങനെ കഴിച്ചു. എൻ്റെ ദൈവമേ, സ്വർഗമായിരുന്നു. എനിക്കെൻ്റെ സ്കൂൾ പഠിക്കുന്നൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. സാധാരണ അമ്മ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി തരൽ. അങ്ങനെ എൻ്റെ ഇല കണ്ടോ നിങ്ങൾ? ഞാൻ ഫുൾ ക്ലീൻ ആൻഡ് നീറ്റാക്കിയിട്ടാണ് അവസാനം ലാസ്റ്റ് ബാലൻസ് വന്ന് മുട്ടയും കൂടി ഞാൻ വടിച്ച് കഴിച്ചിട്ടാണ് ഇല മടക്കിയത്. അത്രയും ടേസ്റ്റായിരുന്നു. എന്താണെന്നറിയില്ല, കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നതിനെ കൊണ്ടാണോന്നും അറിയില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു ഗൈസ്. അതിലൊരു ചോറ് പോലും ഞാൻ ബാക്കി വെച്ചില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.